ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സിദ്ധാർത്ഥ് ആനന്ദ് ഹൃതിക് റോഷനെ നായകനാക്കി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ഫൈറ്റർ എന്ന് പറയുന്നത്. സിനിമ എങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ മേലെ പോയൊരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് VFX ആൻഡ് CGI ആണ് ഈ സിനിമയിൽ. കാരണം ഫൈറ്റർ ജെറ്റ്സിൻ്റെ സീൻസൊക്കെ കിഡിലൻ വിഷ്വൽസ് ആയിരുന്നു. ഒരു തരത്തിൽ നമുക്കൊരു പ്രോബ്ലം ആയിട്ടൊന്നും തോന്നാത്ത തരത്തിൽ, ഒരു തരത്തിലും ഓവറാക്കാതെ, ഒരു തരത്തിൽ ഇല്ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കിഡിലനായിട്ട് തന്നെ ആ സീനുകൾ കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ സിനിമയുടെ ഡയറക്ടർ സിദ്ധാർത്ഥ് ആനന്ദാണ്. ഇദ്ദേഹത്തിന് മുൻപത്തെ സിനിമ എന്ന് പറയുന്നത് പത്താനാണ്. എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത, ഒട്ടും വർക്കൗട്ട് ആവാത്ത കുറേ കാര്യങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. എസ്പെഷ്യലി കുറേ ഓവറായിട്ടുള്ള സീനുകളും ഇല്ലോജിക്കലായിട്ടുള്ള സീൻസുകളും കാര്യങ്ങളൊക്കെ. കാരണം അങ്ങനത്തെ ഒരു സിനിമ എടുത്ത ആളാണ് ഈ സിനിമ എടുത്തതെന്ന് ഒരിക്കലും നമുക്ക് തോന്നുന്നുണ്ടായില്ല. കാരണം അത്രയും നാച്ചുറലായിട്ട് തന്നെ ഒരു റിയലിസം അല്ലെങ്കിൽ ഒരു ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും അധികം ഈ സിനിമ ഇഷ്ടപ്പെടാനായിട്ടുള്ളൊരു കാരണമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലായിട്ട് വരുന്ന പ്ലോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇന്ത്യയിലെ എയർഫോഴ്സ് ക്യാമ്പ് കാര്യങ്ങൾ, അവർ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് ഇങ്ങോട്ട് ആക്രമിക്കാനായിട്ട് വരുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ, തിരിച്ചടികൾ, റിവെഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പ്രകടനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൃതിക് റോഷൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോ സീൻ ഉണ്ട്, ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് വയ്യ. ആ സ്ക്രീനിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വേറെ ലെവലാണ്. എസ്പെഷ്യലി ഇന്ത്യൻ പതാക പിടിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ നിൽക്കുന്ന സീൻസൊക്കെ കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ദീപിക പദുക്കോൺ ആണെങ്കിലും അനിൽ കപൂർ ആണെങ്കിലും അവർ കാണിച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ മുൻപത്തെ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിനും അത്യാവശ്യം സ്പേസ് കൊടുത്ത പോലെയും അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്ത പോലൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെ സിനിമയുടെ അവസാനത്തോട്ട് എത്തുമ്പോൾ തന്നെ ഈ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് ഇമോഷണലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പേര് ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫൈറ്റർ ജെറ്റ് സീൻസ് കാര്യങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേരിന് സീൻസ് മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് സീൻസുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതിക വശങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് കാണിച്ചതെല്ലാം തന്നെ രസകരമായിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സീക്വൻസിനോടൊപ്പം തന്നെ എസ്പെഷ്യലി കൂടെ വന്നിരിക്കുന്ന BGM ആണെന്നുണ്ടെങ്കിലും അതും വളരെ ഭംഗിയായിരുന്നു. എസ്പെഷ്യലി സുബല സുജല്യ എന്നൊക്കെ പറയുന്ന ഒരു ഗാനമൊക്കെ ഉണ്ട്, അത് ട്രെയിലറിൽ കണ്ടിരുന്നു. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 2 വേർഷൻസ് ഉണ്ട്. കുറച്ചൊന്ന് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ട്രാക്കും കുറച്ചൊരു ദേശഭക്തിയൊക്കെ ഒന്ന് തോന്നുന്ന തരത്തിലുള്ള ആ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 3D വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയിട്ടായിരുന്നു. അത് വളരെ കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ട്. ഫൈറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഏരിയൽ ആക്ഷൻ ഫ്രാഞ്ചൈസിയിൽ വിടുന്നൊരു സിനിമയായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് ഇനി സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്പിൻ ഓഫുകൾ, ഇതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ വരുന്ന മറ്റ് സിനിമകളൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വിക്കിപീഡിയയിൽ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. സോ ആദ്യത്തെ ഒരു സിനിമ എന്നുള്ള നിലയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഫൈറ്റർ ജെറ്റ്സിൻ്റെ സീനുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിടിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ കുറച്ച് ഇല്ലോജിക്കൽ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ നമുക്ക് അങ്ങോട്ട് വിട്ടുകളയാമെന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം സിനിമയുടെ ടോട്ടാലിറ്റി നമ്മൾ നോക്കുമ്പോൾ അത്തരം സീനുകൾ കാര്യങ്ങൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കമ്പയർഡ് ടു പ്രീവിയസ് ഫിലിംസ് ആയിട്ടുള്ള പത്താനൊക്കെ വയ്ക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആക്ഷൻ എൻ്റർടൈനർ ഫിലിമായിട്ടാണ് ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഫൈറ്റർ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എസ്പെഷ്യലി ഒരു ദേശഭക്തി ജനിപ്പിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതേപോലുള്ള ഒരു പാട്രിയാർക്കി അല്ലെങ്കിൽ ഒരു ദേശഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിംസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഹൃതിക് റോഷൻ്റെ ഫാൻസിനുമുള്ള ട്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.